അണ്ണാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അണ്ണനെ കൊണ്ട് പറ്റും. ലെവൽ 2 എന്റെ പള്ളി. ബീറ്റ് ബോക്സ് ചെയ്യണോണ്ട് അങ്ങേര് അതിന്റെ കൂടെ. എന്റെ പൊന്നു വിഷയം, അണ്ണനെ കൊണ്ട് പറ്റും. അവൻ 10 വർഷം കൊണ്ട് ചെയ്തിട്ട് എനിക്ക് എത്തിയത്. ഫ്യൂച്ചർ ഗെയിമിംഗ് ഈസ് ഹിയർ. ഇതെങ്ങനെ അസൈൻ ചെയ്യൂടാ? ഇതെങ്ങനെ ഇതായിട്ട് അസൈൻ, ആ ചെയറും ഇതോട്ട് എങ്ങനെ ചെയ്യും? എടാ എനിക്കിത് എന്റെ ഈ സൈഡിലാണ് കേസ്, എന്റെ മറ്റേ വൈഡ് ഇതുള്ള അതായത് മോണിറ്ററുള്ള PC എൻ്റെ ഈ സൈഡിലായിരിക്കുന്നത്, എൻ്റെ ഈ സൈഡിലായിട്ട്. എനിക്ക് ഈ ചെയർ കുറച്ച് ഹൈറ്റിൽ വരുന്നത് ഇവിടെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കത് ചെയ്യണമെന്നുണ്ട്. ഞാനത് എന്തായാലും ചെയ്യും. അത് ആ CPU-ൽ ഞാൻ എന്തായാലും ചെയ്യും അത്. ഞാൻ ഡ്രൈവിംഗ് ഗെയിംസൊക്കെ ഞാൻ സ്ട്രീം ചെയ്തില്ലെന്നുള്ളൂ. ഞാൻ മെയിനായിട്ട് കളിക്കുന്നത് യൂറോ ട്രക്ക് സിമുലേറ്ററാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എണ്ണിട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പം വണ്ടി ഓടിക്കലാണ്. ഞാൻ ലോഡും വണ്ടിയായിട്ട് പോകും വൈകുന്നേരം. ഞാൻ ലോഡ് കൊണ്ട് ഇറക്കണം, ഡാമേജ് ഒന്നും ഇല്ലാതെ ഇറക്കണം. ഒരെണ്ണം എന്തൊരു ടൈം എടുക്കും, 20 മിനിറ്റ് എടുക്കും ഒരു റൗണ്ട് തീർക്കാൻ. അത് പക്ഷെ നിങ്ങൾക്ക് കാണാനൊരു സുഖം ഉണ്ടാകത്തില്ല, പക്ഷെ നല്ല രസമാണ്. ഞാൻ ഇപ്പോൾ ലോഡ് വണ്ടിയായിട്ട് വൈകുന്നേരം നല്ല തലമുണ്ട് ഇതൊക്കെ ഇട്ട് ഞാൻ പോയിട്ട് നല്ല രസമാണ്. ഞാൻ പാട്ടൊക്കെ കേട്ട് ഞാൻ ഇടും. നല്ല രസമാണ് കളിക്കാൻ, കിടിലുമാണ്. ഇവിടെ സ്റ്റിയറിംഗ് വീലും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഈ സൈഡ് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഈ സൈഡ് ഫുള്ള് സ്റ്റിയറിംഗ് വീല് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് എൻ്റെ ലെഫ്റ്റിൽ. പക്ഷെ ഐസാണ് സാധനം, കളിക്കാൻ അടിപൊളിയാണ്, കളിക്കാൻ വിഷയമാണ്. യൂറോ ട്രക്ക് സിമുലേറ്റർ കിടിലൻ ഗെയിമാണ്. ആ PC-യുടെ സ്പെക്ക് അത് 3090 ആടാ. എൻ്റെ 3090 PC നെക്സ്റ്റ് ജെനിൽ ബിൽഡ് ചെയ്തത്. നെക്സ്റ്റ് ജെനിൽ ബിൽഡ് ചെയ്ത ഒരു സാധനം ജീവനോടുള്ളത് ഇപ്പം എൻ്റെതാന്ന് തോന്നുന്നു. അതിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പോകും. സ്രാങ്ക് വന്നെണ്ണ സ്രാങ്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. സ്രാങ്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. വന്നതും പോയതും ഒരുമിച്ചായിരുന്നടാ ആളിയൻ. നായയുടെ വാല് 10,000 ടൈംസ് കുഴലിലിട്ടാലും നിവരത്തില്ല എന്നൊരു ചൊല്ലുണ്ട്. പുള്ളിയല്ലേ അങ്ങനെയാണ്, എത്ര ഊക്ക് കിട്ടിയാലും പഠിക്കത്തില്ല. നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം തരാം. മാക്സിമം ആദ്യത്തെ ഊക്കിൽ തന്നെ മിണ്ടാതിരിക്കാൻ നോക്കുക. ഞാൻ നിങ്ങളുടെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറിൽ കയറാതെ രക്ഷപ്പെടാം. നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി റീൽസ് അയച്ചിരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം അവരും നിങ്ങളെ പോലെ ഒരു ചുരപ്പിന് പോകാണ്ടിരിക്കുകയാണ്. എന്റെ പഴയ ഹിസ്റ്ററി തപ്പി വരുന്നവരോട് ഞാൻ ഫോൺ ഇൻകോഗ്നിറ്റോ മോഡിലിട്ടാണ് കാണുന്നത്. ഹിസ്റ്ററി കിട്ടത്തില്ല, ചമ്മിപ്പോയി. പ്രശസ്ത എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ബ്ലിസ്തോസ്കിയുടെ ഒരു വാക്കുണ്ട്, ഒരു വാക്ക് ഷിബുദിന. എന്നെക്കാട്ടി വലിയ
എടാ ഈ വെള്ളത്തിന്റെ റിഫ്ലക്ഷൻ ഒക്കെ എങ്ങനെയാടാ വരയ്ക്കണേ? നോക്ക്. ഞാൻ ഇത് കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇവൻ ഇത് വലുതാക്കി കാണിക്കണമായിരിക്കും ഒന്ന്. വിഷയടാ മോനെ, പൊളി. HK_art. Do check it out, guys. Do check it out. പത എടുക്കട്ടെ അണ്ണ. നിങ്ങൾ ഈ കാണുന്നത് വെറും പതയല്ല, സ്പെയിനിലെ ലോക പ്രശസ്തമായ ഒരു ഡെസേർട്ടാണ്. ഇതിന്റെ പേരാണ് ബൊസ്കി ലവിയോസോ. ഏകദേശം 27,000 രൂപ ഇന്ത്യൻ റുപ്പി ഇതിന് വിലയുണ്ട്. വ്യത്യസ്ത ഫ്ലേവറിൽ പത കഴിക്കാം എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഡെസേർട്ടിന് മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ സെർവ് ചെയ്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ ഇത് കഴിച്ചില്ലെങ്കിൽ ഇത് ആവിയെ പോകുന്നതായിരിക്കും. എടാ ഈ കാശ് ഒരുപാടുള്ള ഒരു മണ്ടന്മാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി കാശുള്ള ആൾക്കാർ മണ്ടന്മാരാണ്. അവർക്ക് എന്ത് കൊടുത്താലും മറ്റേ എന്തോ ആട്ടുംകാട്ടം ഉണക്കിയിട്ട് അവലേസുണ്ടയാണെന്ന് പറഞ്ഞ് കൊടുത്താലും അവർ മേടിച്ച് തിന്നും. കുറച്ച് വില കൂട്ടിയിട്ടാൽ മതി. അതായത് 10 രൂപയുടെ ആട്ടുംകാട്ടം ഇല്ലേ, 10 രൂപയുടെ ആട്ടുംകാട്ടം പൊടിച്ചിട്ട് മറ്റേ അവലേസ് പൊടിയാണെന്ന് പറഞ്ഞിട്ട് മറ്റേ 50,000 രൂപയ്ക്ക് കൊടുത്ത് അവർ മേടിച്ച് കഴിക്കും. ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 27,000 രൂപയ്ക്ക് പത തിന്നാൻ എന്തോ വട്ടമല്ലോ ഉണ്ടോ? എൻ്റെ അളിയ 27,000 രൂപയ്ക്ക് വേറെ എന്തൊക്കെ കഴിക്കാം? അല്ല ഇത് എന്ത് ലോജിക്കുള്ള സാധനം? എന്തെങ്കിലും ഒരു ഇപ്പം ഞാൻ ഇപ്പോൾ പറയാം, മറ്റേ ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ ബ്രിസ്ക്കറ്റ് അല്ലെങ്കിൽ മറ്റേ 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 ഉപ്പൊക്കെ ഇങ്ങനെ വാരിയിടുന്നവനല്ലേ, അതൊക്കെ പിന്നെ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് മീറ്റ് ആയതുകൊണ്ടാണ്. പതയൊക്കെ 22,000 രൂപയ്ക്ക് മേടിച്ചിരുന്നതിന് വേറെ പറഞ്ഞു വേണ്ട. അണ്ണാ ഈ ആഡ് സോങ് ഓർമ്മയുണ്ടോ? അഡിക്റ്റഡ് ആഡ് സോങ്സിൽ ഏറ്റവും ടോപ്പിലുള്ള ആഡ് ഇതാ. റിമെമ്പർ ദിസ് സോങ്. ഓ മറ്റേ ശീമാട്ടിയുടെ ആട്. എന്റെ അമ്മോ, ഇത് വിഷയം പാട്ടാ. ഇത് ശീമാട്ടിയുടെ ആടല്ലേ? ഇത് ശീമാട്ടിയുടെ അല്ലേ ആണെന്ന് തോന്നുന്നല്ലേ? അല്ലേ ആ ആടല്ലേ ഇത്? എടാ ഇവ എന്ത് കിടലോടവൻ, എന്ത് കിടലോ അവൻ. ഇത് കേട്ടാ ഇവിടെ കേട്ടാ എടാ ചെറുക്കൻ പൊളി കേട്ടാ. ആ ചെറുക്കൻ ഒരു രക്ഷയില്ല, കിടിലം. ഹണി റോസ് വന്നോ? ഹരിജോഷി വന്ന കുഴി നിന്നിട്ട് വന്നതായാലോ. ഇപ്പൊ എത്ര നേരം ഇവിടെ ഞങ്ങൾ വേറെ എന്തൊക്കെ കാര്യം പറഞ്ഞ് ഹനിറോഷി വന്നോന്ന് എല്ലാം കഴിഞ്ഞപ്പോ ഹണിറോസ് വന്നത്. ഹണിറോസ് എടുത്ത് വെച്ചോ, ഇത് ഈഗിൾ ഗെയിമിങ്. ഹണിറോസ് ഇവിടെ ആണല്ലോ ഇരിക്കണേ. ഹണിറോസ് വന്നോന്ന് അവന്റെ ചോദ്യം. Who is the voice of Siri? I am the voice of Siri. There she is! I kind of got chills. ഇതാണോ സിറി? Her real name is Susan. Who is the voice of Siri? I am the voice of Siri. There she is! I kind of got chills. Hey Siri. വരാനൊക്കെ ഇല്ല. ഇതെന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചതാടാ. ഇതെനിക്ക് ഐഫോൺ ആണെന്ന് പറഞ്ഞ് ആരോ എനിക്ക് തന്നതാ ഈ 15 Pro Max. ഇതെനിക്ക് ലൈവ് ഇടുമ്പോൾ പോലും ലാഗാ എനിക്ക്. ഒരു ചായ 2 ബൂസ്റ്റ് 4 കടി ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എത്ര എടുത്തായിരുന്നു? ഓർമ്മയുണ്ടോ? എത്ര എടുത്തായിരുന്നു? 10 കടി 4 ചായ 15 കടി.
എടാ ഇത് ഈ ചെറിയ ചെറിയ കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറ്റിക്കണ ശോകമാണ്. നീ വേണേ ഏതെങ്കിലും വലിയ കടയിൽ പോയിട്ട് ഒരു ബിരിയാണി കുറച്ച് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ ചെറിയ ജീവിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ 5 കടി തന്നിട്ട് 3 കടി ഉള്ളതെന്ന് പറയണത് ഭയങ്കര മോശമാണ്. ഒരു 10 എണ്ണം കഴിച്ചിട്ട് 5 എണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലടാ.